പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ തീരുമാനം അട്ടിമറിച്ച് ലീഗ് മന്ത്രിമാർ തന്നെ രംഗത്ത്. പാർട്ടി പട്ടിക അവഗണിച്ച മന്ത്രിമാർ സ്വന്തം നിലയ്ക്ക് പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിൽ വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. ലീഗിന് 5 മന്ത്രിമാരാണുള്ളത്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായാണ് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ഇടപെടാൻ തീരുമാനിച്ചത്. മന്ത്രിമാർ സ്റ്റാഫിനെ സ്വന്തം നിലക്ക് തീരുമാനിക്കേണ്ട എന്നായിരുന്നു തങ്ങളുടെ തീരുമാനം. സ്റ്റാഫിനെ നിശ്ചയിക്കുന്നതിനായി PMA സലാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റിയെയും നിയമിച്ചു. ലീഗിന്റെ വിവിധ കമ്മിറ്റികൾ വഴിയും സർവീസ് സംഘടനകളുടെ ഡെപ്യൂട്ടേഷൻ വഴിയും 5000-ഓളം അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ നിന്നും വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് 150 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. ഈ പട്ടിക മന്ത്രിമാർക്ക് കൈമാറി. സ്റ്റാഫിൽ 15 പേരെ ഈ ലിസ്റ്റിൽ നിന്ന് മാത്രമേ എടുക്കാവൂ എന്നും സാദിഖ് അലി തങ്ങൾ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 1 മുതൽ നിയമന ഉത്തരവ് നൽകാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഈ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ച് മന്ത്രിമാർ സ്വന്തം നിലക്ക് സ്റ്റാഫുകളെ നിയമിച്ചിരുന്നു. സാദിഖ് അലി തങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവർ നിയമന ഉത്തരവ് പ്രതീക്ഷിച്ച് തലസ്ഥാനത്തെത്തിയെങ്കിലും നിരാശരായി മടങ്ങേണ്ടി വന്നു. വേണമെങ്കിൽ പാർട്ടി ലിസ്റ്റിൽ നിന്ന് 2-3 പേർക്ക് നിയമനം നൽകാം എന്നാണ് മന്ത്രിമാരുടെ നിലപാട്. പാണക്കാട് തങ്ങളുടെ തീരുമാനം അട്ടിമറിച്ച മന്ത്രിമാരുടെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം മന്ത്രിമാരുടെ നിലപാടിനും പാർട്ടിയിൽ പിന്തുണയുണ്ട്. മന്ത്രിമാരുടെ ഓഫീസ് പ്രവർത്തനം സുഗമമാക്കാൻ പ്രാപ്തിയുള്ള പരിചയസമ്പന്നരെയാണ് സ്റ്റാഫിൽ നിയമിച്ചതെന്നാണ് ഈ വിഭാഗത്തിന്റെ ന്യായീകരണം. ഏതായാലും സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ കലഹം മൂർച്ഛിച്ചിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്.